വർക്ക് ആൻഡ് വേജസിനകത്തിൽ കുറച്ച് പോർഷൻസ് കൂടെ ബാക്കിയുണ്ടായിരുന്നു. അതാണിപ്പോൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫോർ പ്രോബ്ലംസ് ഓൺ ടൈം ആൻഡ് വർക്ക് ദ ഫോളോയിങ് ജനറൽ റൂൾസ് ആർ അഡിയേഡ്. ഏതൊക്കെയാണ് ഈ ടൈം വർക്ക് വേജസിനകത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന റൂൾസ്? ഇഫ് എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ n days, എക്ക് ഒരു വർക്കിൻ്റെ കുറച്ച് ഭാഗം n days കൊണ്ട് ചെയ്യുന്നു. ദെൻ അറ്റ് എ യൂണിഫോം റേറ്റ് ഓഫ് വർക്കിംഗ്. അപ്പം ഈ വർക്ക് ചെയ്യുന്ന ഒരേ റേറ്റിലാണ് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഈ യഥാർത്ഥത്തിൽ അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ പ്രോബ്ലം ചെയ്യണമെങ്കിൽ അങ്ങനെ അസ്യൂം ചെയ്താലേ പറ്റുള്ളൂ. ഒരേ രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എ വിൽ ഫിനിഷ് 1/n വർക്ക് ഇൻ 1 day. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ആ വർക്കിൻ്റെ എത്ര ഭാഗം കംപ്ലീറ്റ് ചെയ്യും? 1/n വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് നമ്മുടെ ആ ജനറൽ റൂള്. ഇനി ഇഫ് 1/n ഓഫ് എ വർക്ക് ഈസ് ഡൺ ബൈ എ ഇൻ 1 day, ദെൻ എ വിൽ ടേക്ക് n days ടു കംപ്ലീറ്റ് ദി ഫുൾ വർക്ക്. ഇനി ഒരാൾ ഒരു വർക്കിൻ്റെ 1/n പോർഷൻ കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. എ ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു വർക്കിൻ്റെ 1/n പോർഷൻ കംപ്ലീറ്റ് ചെയ്തു ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ എ വിൽ ടേക്ക് n days ടു. അങ്ങനെയാണെങ്കിൽ എ എത്ര ദിവസം എടുക്കും? n days കൊണ്ട് ഈ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. n ഇൻറ്റു 1/n, അത് വൺ മീൻസ് 1 യൂണിറ്റ് മീൻസ് അതിനെ ആ 1 യൂണിറ്റായിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. 1 യൂണിറ്റാണ് ഈ സംഭവം എന്ന് വിചാരിക്കുക. അപ്പോൾ 1/n വർക്ക് ആണ് ഒരു ദിവസം ചെയ്യുന്നതെങ്കിൽ ദെൻ n days കൊണ്ട് എങ്ങനെ ചെയ്യും? n ഇൻറ്റു 1/n 1 കിട്ടുമല്ലോ. അപ്പം ഫുൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് n days എടുക്കും. ഇനി ഇഫ് എ ഡസ് 1/n ഓഫ് എ വർക്ക് ഇൻ 1 hour. എ എന്ന് പറയുന്നത് ഒരു വർക്കിൻ്റെ 1/n പോർഷൻ 1 hour ചെയ്യുന്നു. ദെൻ ടു കംപ്ലീറ്റ് ദി ഫുൾ വർക്ക് എ വിൽ ടേക്ക് n/m hours. അങ്ങനെയാണെങ്കിൽ ഈ ഫുൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എ വിൽ ടേക്ക് n/m. എ എത്ര സമയം എടുക്കും? n/m hours എടുക്കും. ഇനി ഇഫ് എ ഡസ് 3 times ഫാസ്റ്റർ ദാൻ ബി, ദെൻ റേഷ്യോ എ വർക്ക് ഡൺ ബൈ എ ആൻഡ് ബി ഈസ് 3:1. എ ബി ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടി സ്പീഡിലാണ് ചെയ്യുന്നതെങ്കിൽ അവർ രണ്ടുപേരും ചെയ്യുന്നതിൻ്റെ റേഷ്യോ 3:1 ആണ്. ആൻഡ് റേഷ്യോ ഓഫ് ടൈം ടേക്കൺ ബൈ എ ആൻഡ് ബി 1:3. ടൈം എന്ന് പറയുന്നത് അപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ സ്പീഡ് 3 ഇരട്ടിയാണെങ്കിൽ ടൈം അതിൻ്റെ 1/3 അപ്പം അത് തിരിഞ്ഞു വരും, 1:3 എന്ന് വരും. കാരണം 3 times സ്പീഡ് ചെയ്യുന്ന ആളുടെ വർക്കല്ലേ പെട്ടെന്ന് തീരുന്നത്. അപ്പം സ്പീഡ് ചെയ്യുന്ന ആളുടെ 1 ആണെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി സമയം എടുക്കും മറ്റേയാൾ. ഇനി എ ബി ആൻഡ് സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ T1, T2 ആൻഡ് T3 days റെസ്പെക്റ്റീവ്ലി. ഇഫ് ദേ ഹാവ് വർക്ക്ഡ് ഫോർ D1, D2 ആൻഡ് D3 days റെസ്പെക്റ്റീവ്ലി, ദെൻ എ ബി സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക്. ഒരു വർക്കിൻ്റെ ഒരു ഭാഗം T1, T2, T3 days കൊണ്ട് ചെയ്യുന്നു. ഇഫ് ദേ ഹാവ് വർക്ക്ഡ് ഫോർ D1, D2 ആൻഡ് D3 days റെസ്പെക്റ്റീവ്ലി, ദെൻ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ എ എന്ന് പറയുന്നത് D1/T1, എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ബി എന്ന് പറയുന്നത് D2/T2, എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ സി എന്ന് പറയുന്നത് D3/T3. ഓൾസോ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ എ ബി ആൻഡ് സി ടുഗദർ D1/T1 പ്ലസ് D2/T2 പ്ലസ് D3/T3 വിച്ച് വിൽ ബി ഈക്വൽ ടു 1 ഇഫ് ദി വർക്ക് ഈസ് കംപ്ലീറ്റ്. ഓക്കെ, ഇനി ബേസിക് ഫോർമുലാസ് നോക്കാം. ഇഫ് എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ X days ആൻഡ് ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ Y days, ദെൻ ബോത്ത് ഓഫ് ദം വർക്കിംഗ് ടുഗദർ വിൽ ബി ദി സെയിം വർക്ക് ഇൻ. രണ്ടുപേരോട് ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? XY ഡിവൈഡ് ബൈ X + Y. അതിൻ്റെ ചെറിയൊരു പ്രൂഫുണ്ട്. അപ്പം ഒരു ഡേയിൽ എ ചെയ്യുന്ന വർക്ക് 1/x, ബി ഒരു ഡേയിൽ ചെയ്യുന്ന വർക്ക് 1/y. നമ്മൾ നേരത്തെ അത് പറഞ്ഞല്ലോ. അപ്പോൾ രണ്ടുപേരോട് ചെയ്യുന്ന 1/x + 1/y, X + Y ഡിവൈഡ് ബൈ XY. ഇനി അപ്പോൾ ഇവർ ചെയ്യുന്ന ഇത് ദെൻ എ പ്ലസ് ബി ഒരു ഡേയിലെ വർക്കാണിത്. എ ആൻഡ് ബി ടുഗദർ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ എത്ര ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും? X + Y ഡിവൈഡ് ബൈ XY എത്ര കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടുമെന്ന് നോക്കിയാൽ മതി. XY ഡിവൈഡ് ബൈ X + Y കൊണ്ട് ഗുണിച്ചാലാണ് 1 കിട്ടുക. അപ്പോൾ അത്രയും ദിവസം എടുക്കും. അപ്പോൾ അത് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. എ ക്യാൻ ഫിനിഷ് എ പീസ് ഓഫ് വർക്ക് ബൈ വർക്കിംഗ് എലോൺ ഇൻ 6 days. B while working alone can finish the same work in 12 days. If both of them work together, then in how many days the work will be completed? Here X എത്രയാണ് നമ്മൾ എടുക്കുന്നത്? X 6 ദിവസം കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. Y 12 ആയിട്ട് നമ്മൾ എടുക്കുന്നു.
ഓക്കെ. ബൈ വർക്കിംഗ് ടുഗദർ എ ആൻഡ് ബി വിൽ കംപ്ലീറ്റ് ദ വർക്കിംഗ്. രണ്ടുപേരോട് ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് എടുക്കുമെന്ന് ഇപ്പോൾ ആ ഫോർമുലയിൽ പറഞ്ഞ് എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 5 ഡേയ്സ്. അപ്പം 6 × 12 ഡിവൈഡ് ബൈ 6 + 12 ഡേയ്സ് എടുക്കും. 4 ഡേയ്സ് എടുക്കും. If A, B and C while working alone can complete a work in X, Y and Z days, then they will together complete the work in X, Y, Z divided by X, Y plus Y, Z plus Z X days. എയുടെ ഒരു ദിവസത്തെ വർക്ക് 1/x, ബിയുടെ ഒരു ദിവസത്തെ വർക്ക് 1/y, സിയുടെ ഒരു ദിവസത്തെ വർക്ക് 1/z ആയിട്ട് എടുക്കുക. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സിയുടെ വർക്ക് ഇത് ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പം അതിൻ്റെ റെസിപ്രോക്കലാണ് എത്ര ദിവസം. ഇത് ഒരു ദിവസത്തെ വർക്കാണ്, അതിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും ഇതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ അത് വെച്ചിട്ടുള്ള പ്രോബ്ലം. എ, ബി ആൻഡ് സി ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 10, 15 and 18 days. ഇൻ ഹൗ മെനി ഡേയ്സ് വുഡ് ഓൾ ഓഫ് ദം കംപ്ലീറ്റ് ദ സെയിം working together? Here x equal to 10, y equal to 15 and z equal to 18. The work will be completed in xyz divided by xy plus yz plus zx days. അപ്പോൾ ആ ഫോർമുലയാണ് 10 × 15 × 18 ഡിവൈഡ് ബൈ ആ ഫോർമുലയ്ക്കകത്ത് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ജസ്റ്റ് ഫോർമുല പറയുന്നു, അതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കണം ഡേയ്സ് കിട്ടണമെങ്കിൽ. റെസിപ്രോക്കൽ എടുത്താണ് നമ്മൾ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. 2 persons A and B working together can complete a piece of work in X days. If A working alone can complete the work in Y days, then B working alone will complete the work in XY divided by Y minus X days. എയും ബിയും കൂടെ ഒന്നിച്ച് ഒരു വർക്ക് കംപ്ലീറ്റ് പീസ് ഓഫ് വർക്ക് എക്സ് ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇഫ് എ വർക്കിംഗ് അലോൺ, എ ഒറ്റയ്ക്ക് വർക്ക് ചെയ്തിട്ട് അത് വൈ ഡേയ്സ് കൊണ്ട് തീർക്കുന്നു. ബി ഒറ്റയ്ക്ക് വർക്ക് ഒന്നിച്ചുള്ളതും തന്നിട്ടുണ്ട്, ഒരാളത് തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ ആളത് എങ്ങനെ കിട്ടും? അതാണ് ഇതിനകത്ത് വരുന്നത് എക്സ് വൈ ഡിവൈഡ് ബൈ വൈ മൈനസ് എക്സ്. ഓക്കെ, അതിൻ്റെ പ്രോബ്ലം ഞാൻ പറയാം. A and B working together take 15 days to complete a piece of work. If A alone can do this work in 20 days, then how long would B take to complete the same work? X 15, Y 20 എടുക്കുക. B alone will complete the work in X divided by Y minus X. അതിനകത്ത് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. If A and B working together can finish a piece of work in X days, B and C in Y days, C and A in Z days, then A, B and C working together will complete the job in 2xyz divided by xy plus yz plus zx days. A alone complete the job in 2xyz divided by xy plus yz minus zx days. B alone will complete the job in 2xyz divided by zx plus xy minus yz days. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ആണ്. ഇഫ് എയും ബിയും ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days. ബിയും സിയും 15 ദിവസം കൊണ്ട്, സിയും എയും 20 ദിവസം. അപ്പോൾ ഈ ഫോർമുലയിൽ വരുന്ന 2 പേര് വെച്ച് ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം 3 പേരുടെ ഹൗ ലോങ് വുഡ് ഈച്ച് ഓഫ് ദം, ഓരോരുത്തരുടെയും കണ്ടുപിടിക്കണം നമുക്ക്. വുഡ് ടേക്ക് സെപ്പറേറ്റ്ലി ടു കംപ്ലീറ്റ് ദി സെയിം വർക്ക്. അപ്പോൾ ഈ ഫോർമുല 2 പേരുടേത് വെച്ച് തന്നിട്ടുണ്ട്. എയുടെ ബിയുടെ ഒന്നിച്ച്, ബിയും സിയും ഒന്നിച്ച് ചെയ്താൽ, സിയും എയും ഒന്നിച്ച് ചെയ്താൽ, അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് ഓരോരുത്തരുടെ ഇവിടെ തന്നിട്ടുള്ള ഡേയ്സ് എക്സ് 12, വൈ 15, ബിയുടെ ഇല്ല എയുടെയും ബിയുടെയും കൂടെ ഉള്ളത് എക്സ്, ബിയും സിയും കൂടെ ഉള്ളത് 15, വൈ അടുത്തത് നമുക്ക് ഇസഡ് 20. എ എലോൺ ചെയ്യുന്നത് 2xyz ഡിവൈഡ് ബൈ xy പ്ലസ് yz മൈനസ് zx. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് 30 ദിവസം ഒന്ന് കിട്ടും. B alone can do the work in 2xyz divided by yz plus zx minus xy days. അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 20 എന്ന് കിട്ടും. C alone can do the work in 2xyz divided by zx plus xy minus yz. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 60 എന്നും കിട്ടും. ഓക്കെ, if A can complete a work in x days and B is k times efficient than എയ്ക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എക്സ് ദിവസം എടുക്കും. ബി എന്ന് പറയുന്നത് കെ ടൈംസ് എയിനേക്കാൾ എഫിഷ്യൻ്റാണ്. ദെൻ ദ ടൈം ടേക്കൺ ബൈ ബോത്ത് എ ആൻഡ് ബി വർക്കിംഗ് ടുഗദർ. അങ്ങനെയാണ് 2 പേരൂടെ ചേർന്ന് വർക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എത്ര സമയം എടുത്തിട്ടാണ്? എക്സ് ബൈ 1 + k. ഇഫ് എ ആൻഡ് ബി വർക്കിംഗ് ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ എക്സ് ഡേയ്സ് ആൻഡ് ബി ഈസ് കെ ടൈംസ് എഫിഷ്യൻറ്റ് ദാൻ എ, then the time taken by A working alone to complete the work is k plus 1 into x. B working alone to complete the work is k plus 1 by k into x. Okay, അപ്പം
ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്, എ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ എക്സ് ഡേയ്സ്, ബി എന്ന് പറയുന്നത് കെ ടൈംസ് എഫിഷ്യൻറ്റ് തന്നെ. അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ ബൈ ബോത്ത് എ ആൻഡ് ബി വർക്കിംഗ് ടുഗദർ, ഒന്നിച്ചുള്ളതിൻ്റെ ആദ്യം കൊടുത്തിരിക്കുന്ന ഫോർമുല. ഇഫ് എ ആൻഡ് ബി വർക്കിംഗ് ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ എക്സ് ഡേയ്സ് ആൻഡ് ബീസ്, ഒന്നിച്ചുള്ളതിൻ്റെ തന്നിട്ടുണ്ട്, ബി കെ ടൈംസ് എഫിഷ്യൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ വർക്കിംഗ് എലോൺ ആണെങ്കിൽ കംപ്ലീറ്റ് ദ വർക്ക് K+1, എത്ര ദിവസം എടുക്കും? K+1 എടുക്കും. ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ K+1/K × X ടൈംസ് എടുക്കും. ഓക്കെ. ഹർബൻസ് ലാൽ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 24 days. ഇഫ് ബെൻസിലാൽ വർക്ക്സ് twice as fast as Harbans Lal, then how long would they take to complete the working together? ഹർബൻസ് ലാൽ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക്, 24 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ബെൻസിലാൽ വർക്ക്സ് ട്വൈസ്, 2 ഇരട്ടി ഫാസ്റ്റായിട്ടാണ് ബെൻസിലാൽ വർക്ക് ചെയ്യുന്നത്. ദെൻ ഹൗ ലോങ് വുഡ് ദേ ടേക്ക് ടു കംപ്ലീറ്റ് വർക്ക്, 2 പേരോട് ഒന്നിച്ചുള്ളത്. അപ്പോൾ ആദ്യത്തെ ഫോർമുല ഉപയോഗിക്കണം. X24 K2, ടൈം ടേക്കൺ ബൈ 2 പേരുടെ ഉള്ളത് X/1 + K എടുക്കുക, അപ്പോൾ 8 എന്ന് കിട്ടും. എ ആൻഡ് ബി ടുഗദർ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 3 days. ഒന്നിച്ചുള്ളത് തന്നിട്ടുണ്ട്. എ ഡസ് ത്രൈസ് ആസ് മച്ച്, അപ്പോൾ കെ ഇവിടെ 3 ആണ്. എത്ര ഇരട്ടി സ്പീഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഫൈൻ ഹൗ എ എലോൺ ആണെങ്കിൽ എത്ര എടുക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ X3 K3, ടൈം ടേക്കൺ ബൈ എ വർക്കിംഗ് എലോൺ K+1/K × X, 3+1/3 × 3 = 4 കിട്ടും. ഓക്കെ. ഇഫ് എ വർക്കിംഗ് എലോൺ ടേക്സ് A days more than A and B working alone takes B days more than A and B together, then the number of days taken by A and B working together to finish a job is given by √AB. അപ്പം ഈ ഫോർമുല പറയുന്നത് A working alone takes A days more than capital A and B working alone A and B working alone takes B more than A and B together then the number of days. ഫോർമുലയിൽ എന്തോ ഒരു സംഭവമുണ്ട്. ഇഫ് എ വർക്കിംഗ് അലോൺ ടേക്സ് സ്മോളർ ഡേയ്സ് മോർ ദാൻ എ ആൻഡ് ബി വർക്കിംഗ് ടുഗദർ ആയിരിക്കും. ആൻഡ് ബി വർക്കിംഗ് അലോൺ ടേക്സ് ബി ഡേയ്സ് മോർ ദാൻ എ ആൻഡ് ബി വർക്കിംഗ് ടുഗദർ, അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇഫ് എ അങ്ങനെ ആവും. ഇഫ് എ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ സ്മോളർ ഡേയ്സ് കൂടുതലെടുക്കും എയും ബി ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാൾ. ഇനി ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ സ്മോൾ ബി ഡേയ്സ് കൂടുതൽ എടുക്കും, ആ 2 പേരും ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാളും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ബൈ എ ആൻഡ് ബി വർക്കിംഗ് ടുഗദർ ടു ഫിനിഷ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവർ 2 പേരോട് ഒന്നിച്ച് ചെയ്യാൻ എത്ര സമയം എടുക്കും? √AB. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഇഫ് എ അലോൺ വുഡ് ടേക്ക് 8 hours more to complete the job than if both A and B worked together. If B worked alone takes 4.5 മണിക്കൂർ more to complete the job than A and B worked together. What time would they take if both A and B worked together? അപ്പം എന്ന് വെച്ചാൽ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള സമയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒറ്റയ്ക്ക് ചെയ്യുമ്പം എത്ര ടൈം കിട്ടും, ആ ഒന്നിച്ചുള്ളതിനേക്കാളും ഇത്ര കൂടുതൽ എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ഫോർമുലക്കകത്ത് പറയുന്ന പോലെ A 8, B 9/2 ആയിട്ട് എടുക്കുക. 4.5 ആണല്ലോ, അത് 9/2 ആയിട്ട് എടുക്കുക. ടൈം ടേക്കൺ ബൈ എ ആൻഡ് ബി √AB, √8 × 9/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 days എന്ന് കിട്ടും. If A is K times more efficient than B and is therefore able to complete a work in L days less than B, then A and B working together can finish the work in KL divided by K² - 1 days. A working alone can finish the work in L/K - 1 days. B working alone can finish the work in KL/K - 1 days. എന്താണ്? If A is K times more efficient than B and is therefore able to complete a work in L days less than B. A ബിനേക്കാളും K ടൈംസ് എഫിഷ്യൻ്റ് ആണ്, അതേപോലെ തന്നെ ഏബിൾ ടു കംപ്ലീറ്റ് എ വർക്ക് ഇൻ L days. ബി എത്ര സമയം എടുക്കുന്നു അതിനേക്കാളും L days കുറവ് മതി എയ്ക്ക് ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എ ആൻഡ് ബി വർക്കിംഗ് ടുഗദർ ക്യാൻ ഫിനിഷ് ദ വർക്ക് ഇൻ KL/K² - 1 days. എയും ബിയും ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് KL/K² - 1 days കൊണ്ട് തീർക്കും. എ വർക്കിംഗ് എലോൺ ക്യാൻ ഫിനിഷ് ദ വർക്ക് ഇൻ L/K - 1 days. ബി വർക്കിംഗ് എലോൺ ക്യാൻ ഫിനിഷ് ദ വർക്ക് ഇൻ KL/K - 1 days. ഓക്കെ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം A ഈസ് ത്രൈസ് ആസ് ഗുഡ്
a workman as B and takes 10 days less to complete a piece of work than B takes. A 3 ഇരട്ടി മികച്ചതാണ് ബിയേക്കാളും. അതുകൊണ്ട് തന്നെ 10 ദിവസം കുറച്ച് മതി ബി ഒരു ജോലി ചെയ്യുന്നതിനേക്കാളും എയ്ക്ക് ചെയ്യാൻ. ഫൈൻഡ് ഔട്ട് ദ ടൈം ഇൻ വിച്ച് ബി എലോൺ. അപ്പോൾ ബി എലോണിൻ്റെ ഫോർമുല നോക്കുക, കെ എൽ ബൈ കെ മൈനസ് 1. ടൈം ടേക്കൺ ബൈ ബി വർക്കിംഗ് എലോൺ ടു കംപ്ലീറ്റ് ദി വർക്ക് കെ എൽ ബൈ കെ മൈനസ് 1 days. 3 × 10 by 3 minus 1 days, 15 days. If A can complete A by B part of work in X days, the C by D part of the work will be alone. If A can complete A by B part of a work in X days, then C by D part of the work will be done in B into C into X by A into D days. Okay. Question: A completes 3/4 of a work in 12 days. In how many days he would complete 1/8 of the work? Here A എത്രയാണ്? 3 ആണ്, B എന്ന് പറയുന്നത് 4 ആണ്, X എന്ന് പറയുന്നത് 12 ആണ്, C എന്ന് പറയുന്നത് 1 ആണ്, ആൻഡ് D എന്ന് പറയുന്നത് 8 ആണ്. Therefore number of days required to complete 1/8 of the work എത്ര വരും? B into C into X by A into D. 4 into 1 into 12 divided by 3 into 8 equal to 2 days. There are 2 groups of people with the same level of efficiency. In one group, M1 persons can do W1 work in D1 time, and in other group, M2 person can do W2 work in D2 time. The relationship between the two groups is given by M1 D1 W2 is equal to M2 D2 W1. അപ്പം ഇവിടെ വന്നിരിക്കുന്ന 2 ഗ്രൂപ്പുണ്ട് വിത്ത് ദി സെയിം ലെവൽ ഓഫ് എഫിഷ്യൻസിയാണ്. ഇൻ വൺ ഗ്രൂപ്പ് M1 പേഴ്സണിന് W1 വർക്ക് D1 ടൈം കൊണ്ട് ചെയ്യും. അതർ ഗ്രൂപ്പിനകത്ത് M2 പേഴ്സൺ W2 വർക്ക് D2 ടൈം കൊണ്ട് ചെയ്യും. അങ്ങനെയാണ് ഇത് തമ്മിലുള്ള ബന്ധം. M1 D1 W2 ഈക്വൽ ടു M2 D2 W1. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് കാണാതെ വന്നാൽ നമുക്ക് മറ്റത് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. B. There are 2 groups of people with the same efficiency. In group M1 persons can do W1 works in D1 time, working T hours a day, and M2 person can do W2 work in D2 time, working T2 hours a day. The relationship between the two groups is given by M1 D1 T1 W2 is equal to M2 D2 T2 W1. 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, സെയിം എഫിഷ്യൻസിയാണ്. ഒരു ഗ്രൂപ്പിൽ M1 പേഴ്സൺസിന് W1 വർക്ക് ചെയ്യാൻ വേണ്ടി D1 ടൈം, വർക്കിംഗ് T1 hours a day, and M2 person do a W2 work in D2 time, working T2 hours a day. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. ഇതെല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം: ഇഫ് 10 person can complete 2/5 of a work in 8 days, then find out the number of persons required to complete the remaining work in 12 days. We have M1 എന്ന് പറയുന്നത് 10 ആണ്, W2 എത്ര? 2/5 ആണെന്ന് തന്നിട്ടുണ്ട്, D1 8 ആണെന്ന് തന്നിട്ടുണ്ട്. M2 കണ്ടുപിടിക്കണം. W2 അറിയാം, 3/5 ആണ്. റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് W2 ഒരു വർക്കിൻ്റെ 2/5 W1 ആണ് 2/5. അപ്പോൾ W2 എന്ത് വരും? 1 നിന്ന് കുറച്ചാൽ മതി. 1 എന്നാണ് നമ്മൾ എടുക്കുന്നത് വർക്കിന്. അപ്പോൾ 1 - 2/5 ആണ് W2 3/5 എന്ന് എഴുതിയിരിക്കുന്നത്. D2 എന്ന് പറയുന്നത് 12 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ M1 D1 W2 is equal to M2 D2 W1. 10 × 8 × 23/5 is equal to M2 × 12 × 2/5. M2 is equal to 10. If 10 persons can cut 20 trees in 3 days by working 12 hours a day, then in how many days can 24 persons cut 32 trees by working 4 hours a day? We have M1 is equal to 10, W1 is equal to 20, D1 is equal to 3, T1 is equal to 12, M2 is equal to 24, W2 is equal to 32, D2 is equal to അറിയില്ല, T2 is equal to 4. M1 D1 T1 W2 is equal to M2 D2 T1 W1. ഓക്കെ, M1 D1 T1 W2 is equal to, ഓക്കെ, അങ്ങനെയാണ് ഫോർമുല. അപ്പോൾ അതിനകത്ത് ഇട്ട് കൊടുത്തു. D2 നമുക്ക് 6 കിട്ടി. ഇഫ് 10ാമത്തെ ഫോർമുല: ഇഫ് A men and B women can do a piece of work in n days, then C men and D women can do the work in NAB by BC plus AD days.
12 men and 15 women can do a work in 14 days. In how many days 7 men and 5 women would complete the work? എ എന്ന് പറയുന്നത് 12, ബി 15, എൻ 14, സി 7, ഡി 5. റിക്വയർഡ് നമ്പർ ഓഫ് ഡേയ്സ് എൻ എ ബി ബൈ ബി സി പ്ലസ് എ ഡി. അപ്പം അതിട്ട് കൊടുക്കുക, നമുക്ക് ആൻസർ കിട്ടും.